ബഹുമാന്യരായ മുഹിബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 24-ാമത്തെ ഹിസ്ബ് അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തിയാക്കി. ഇന്ന് നമുക്ക് ഹിസ്ബുൽ ഇസ്റാഇ വൽ മിഅറാജ് 25-ാമത്തെ അധ്യായം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅറാജിനെ കുറിച്ച് പറയുന്ന ഹിസ്ബാണ്, അധ്യായമാണ്. അതിൻ്റെ തുടക്കഭാഗം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റു പ്രവാചകന്മാരുടെയും നബിമാരുടെയും മുഅ്ജിസത്തുകൾ പരസ്പരം തുലനം ചെയ്യുന്ന ആ ഭാഗം അല്പം കൂടെ പറയാനുണ്ട്. അതാണ് ആദ്യം സംസാരിക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ളം വഅലാ ആലിഹി മാ ദാമൽ മലവാൻ അല്ലദീ ലം യഫഖുഹു നബിയ്യുൻ ലാ മൂസ വലാ സുലൈമാൻ. അല്ലാഹുവേ, നിന്റെ പരമോന്നത സ്നേഹിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിന്റെ പ്രകീർത്തനവും നിന്റെ ബറക്കത്തും സലാമും നീ നൽകണേ. അവിടുത്തോട് ബന്ധമുള്ള എല്ലാവർക്കും എക്കാലവും നൽകണേ. അല്ലദീ ലം യഫഖുഹു നബിയ്യുൻ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മീതെ ഒരു നബിയുമില്ല, ഒരു പ്രവാചകനും ആ നബിക്ക് മീതയില്ല. ഒരു നബിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മീതയില്ല എന്ന് പറയുമ്പോൾ ഒരു സൃഷ്ടിയുമില്ല എന്നർത്ഥമായി. കാരണം അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമേറിയവർ മലക്കുകളെക്കാളും സർവ്വരേക്കാളും മഹത്വമേറിയവർ നബിമാരാണ്. അപ്പോൾ ഒരൊറ്റ നബിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മീതയില്ല. ലാ മൂസ, വളരെ സുപ്രസിദ്ധരായ മൂസ നബി അലൈഹിസ്സലാം പല മുഅ്ജിസാത്തുകളെ കൊണ്ടും വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ വിശേഷിപ്പിച്ച പ്രവാചകരാണ് മൂസ നബി അലൈഹിസ്സലാം. ആ മൂസ നബിയും മീതയാകുകയില്ല. വലാ സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമും മുത്ത് നബിക്ക് മീതയല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകമൊട്ടാകെ അടക്കി ഭരിച്ച രാജാവാണ്. ജിന്നുകളൊക്കെ ഒതുക്കി ഭരിച്ച രാജാവാണ്. ആ സുലൈമാൻ നബിയും മുത്തുനബിക്ക് മീതയല്ല. അപ്പം എന്താ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രത്യേകതകൾ? ഫലി മൂസൽ യദുൽ ബൈളാഉ, മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് നല്ല ശോഭിക്കുന്ന വെളുത്ത കരം, കൈ അല്ലാഹു തആല നൽകി. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു മുഅ്ജിസത്താണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൈ, മുൻകൈ, അത് അവരുടെ കക്ഷത്തിൻ്റെ ഭാഗത്ത് വെച്ച് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്താൽ അത് നല്ല ലൈറ്റ് ഹൗസ് പോലെ പ്രകാശിക്കുമായിരുന്നു. അത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു അമാനുഷിക കഴിവായിരുന്നു. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് മറ്റൊരു പ്രത്യേകതയാണ് ഖൽബുൽ അസ്വാക സുബ്ബാൻ. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി, അത് യഥാർത്ഥത്തിൽ വടി തന്നെയാണ്. ആ വടിയെ വലിയ സർപ്പമാക്കി മാറ്റാൻ മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് അല്ലാഹു തആല അങ്ങനെയും ഒരു അമാനുഷിക കഴിവ് കൊടുത്തിരുന്നു. സാധാരണ വടിയെ സാധാരണ സർപ്പമാക്കി മാറ്റാനുള്ള കഴിവ്. മാജിക് അല്ല, കങ്കട്ടല്ല, കാഴ്ചക്ക് മാത്രം ഉണ്ടാകുന്ന പാമ്പല്ല, മറിച്ച് യഥാർത്ഥ പാമ്പ് തന്നെ. യഥാർത്ഥ പാമ്പിനുള്ള എല്ലാ സവിശേഷതകളും ഉള്ള പാമ്പ്. കങ്കട്ട് അങ്ങനെ ഉണ്ടാകില്ല. അതാണല്ലോ മൂസാ നബി അലൈഹി സ്വലാം വടിയിട്ട് പാമ്പാക്കിയ സമയത്ത് അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സിഹിർ പഠിച്ച ആളുകൾ മൂസാ നബിയുടെ മുന്നിൽ വന്ന് കയ്യിലുള്ള വടികളും കയറുകളും ഒക്കെ അവർ പാമ്പാക്കി, ആ പാമ്പാക്കി തോന്നിപ്പിച്ച് കങ്കട്ട് നടത്തി ആ പാമ്പുകൾ ജനങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ അത് നടക്കുന്നത് പോലെ, ചലിക്കുന്നത് പോലെ തോന്നിപ്പിച്ചു. അന്നേരം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിലുള്ള ആ വടിയിട്ടപ്പോൾ വലിയ സർപ്പമായി. ആ സർപ്പം അവിടെയുള്ള എല്ലാ പാമ്പുകളെയും പിടിച്ചു വിഴുങ്ങി. അതൊരിക്കലും കങ്കട്ടിലുള്ള പാമ്പ് അങ്ങനെ ചെയ്യൂല. മാജിക് കൊണ്ടുണ്ടാക്കുന്ന പാമ്പ് അങ്ങനെ മറ്റൊരു പാമ്പിനെ പിടിച്ചു വിഴുങ്ങൂല. അത് സാധാരണ പാമ്പിനുണ്ടാകുന്നൊരു കഴിവാണ്. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഈ സിഹിർ ചെയ്തിരുന്ന നേതാക്കന്മാർക്ക് സിഹിർ പഠിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ, ഒരു സാഹിറിനാണ് യഥാർത്ഥ സാഹിറിനെ കുറിച്ച് മനസ്സിലാകുക. അപ്പോൾ ഈ സിഹിർ പഠിച്ച എല്ലാ ആളുകൾക്കും മനസ്സിലായി, ഈ കാണിക്കുന്നത് കങ്കട്ടല്ല, സിഹിറല്ല, ജാലവിദ്യയല്ല, മറിച്ച് ഈ കാണിക്കുന്നത് അമാനുഷികമായ ഒരു പ്രവാചകത്വം തന്നെയാണ് കാണിക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു അമാനുഷിക കഴിവാണ്, പ്രവാചകത്വത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് എന്ന് മനസ്സിലായി. അവർ ആ നിമിഷം തന്നെ മുസ്ലിമായി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് അള്ളാഹു കൊടുത്ത രണ്ട് മുഅ്ജിസത്താണ്. ഒന്ന്
കൈ ഇങ്ങനെ പ്രകാശിക്കുക ലൈറ്റായി. 2 വടിയെ പാമ്പാക്കി മാറ്റി. നമ്മളെ നബിയോ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി ഉഅ്തിയ വജ്ഹൻ യഖ്ജലു മിന്നു നയ്യിറാൻ. മൂസാ നബിന്റെ വലങ്കയ്യാണ് പ്രകാശിച്ചത് എങ്കിൽ നമ്മുടെ നബിയുടെ മുഖത്താണ് ഏറ്റവും പ്രകാശം വേണ്ടത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം, ആ മുഖത്തുള്ള പ്രകാശം കൊണ്ട് സൂര്യനും ചന്ദ്രനുമൊക്കെ ആ പ്രകാശത്തോട് തോറ്റുപോയിട്ടുണ്ട്. അതല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മറ്റു സ്വഹാബിമാരും പറഞ്ഞത്, സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്കും സൂര്യനിലേക്കും നോക്കിയാൽ സൂര്യൻ്റെ വെളിച്ചത്തേക്കാൾ വലിയ വെളിച്ചം മുത്തനബിയുടെ മുഖത്തിനുണ്ടാവും. പൂർണ്ണ ചന്ദ്രനിലേക്ക് നോക്കിയാൽ, രാത്രി പൂർണ്ണ ചന്ദ്രനിലേക്ക് നോക്കിയാൽ ആ ചന്ദ്രൻ്റെ ലൈറ്റിനേക്കാൾ ലൈറ്റ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിനുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് മുത്തനബിയുടെ കൂടെ പള്ളിക്കകത്ത് ഇരിക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മുത്തനബിയുടെ മുഖത്ത് നിന്ന് പുറപ്പെടുന്ന പ്രകാശം ആ പള്ളിയുടെ ചുമരുകളിൽ നിയലിക്കുമായിരുന്നു എന്ന് നേരത്തെ നാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന് അല്ലാഹു തആല സൂര്യനെയും ചന്ദ്രനെയും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകാശം അല്ലാഹു നൽകി. മൂസാ നബി അലൈഹി സ്വലാമിനേക്കാളുള്ള പ്രകാശം, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിലുള്ള പ്രകാശത്തേക്കാൾ വലിയ പ്രകാശം. ഫനബിയുന, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഅ്തിയ, നബി തങ്ങൾക്ക് നൽകപ്പെട്ടു വജ്ഹൻ, മുഖം, യഖ്ജലു മിന്നു നയ്യിറാൻ, സൂര്യനും ചന്ദ്രനും രണ്ടിനും കൂടെ പറയുന്ന പേരാണ് നയ്യിറാൻ. 2 പ്രകാശം നൽകുന്ന നക്ഷത്രങ്ങൾ. സൂര്യനും ചന്ദ്രനും വഷളായി പോകുന്ന വിധത്തിലുള്ള മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. മുത്തനബിയുടെ മുഖത്തിൻ്റെ പ്രകാശം കണ്ടാൽ സൂര്യനൊക്കെ വയന്നു പോവും, വഷളായി പോവും, ചന്ദ്രനും. അങ്ങനത്തെ പ്രകാശം മുത്തനബിയുടെ മുഖത്തു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം വടിയെ പാമ്പാക്കി മാറ്റിയതോ അതിനോട് സമാനമായ അമാനുഷികത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാണിച്ചിട്ടുണ്ട്. അതെന്താ? വഖൽബൽ അഖ്ശാബ്, മരക്കഷ്ണത്തെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി സുയൂഫൻ ഹദീദിയത്തൻ, നല്ല സ്റ്റീൽ വാളായി, നല്ല ഇരുമ്പിൻ്റെ വാളായി മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മരക്കഷ്ണമാണ്. ആ മരക്കഷ്ണത്തെ നല്ല ഉറപ്പുള്ള സ്റ്റീലിൻ്റെ വാളാക്കി. സാരിമത്തൽ ലിസ്സിനാൻ, അവിടെ ആ വാളിനെ എതിർത്തുകൊണ്ട് ഒരു കുന്തങ്ങ് വന്നാൽ ആ കുന്തത്തെ പൊട്ടിച്ച് കളയുന്ന അത്രയും ശക്തിയുള്ള ബലമുള്ള വാളാക്കി മാറ്റി, മൂർച്ചയേറിയ വാളാക്കി മാറ്റി. എന്താ സംഭവം? ആ സംഭവം പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ ആയുധങ്ങളും വാളുകളും സ്വഹാബത്തിന് കുറവായിരുന്നു. 313 സ്വഹാബിമാർ, അവരെ കൂടെ തന്നെ വാളുകളും ആയുധങ്ങളും കുറവാണ്. അക്കൂട്ടത്തിൽ സ്വഹാബിയായ ഉക്കാഷ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വാള് യുദ്ധത്തിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൊട്ടിപ്പോയി. വാള് 2 കഷ്ണമായി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രശ്നം പറഞ്ഞു, നബി എൻ്റെ വാള് ഇങ്ങനായി പോയല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉണങ്ങിയ മരക്കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, ഇതാ നിന്റെ വാള്. ഉക്കാഷ റളിയല്ലാഹു അൻഹു ആ ഉണങ്ങിയ മരക്കഷ്ണം പിടിച്ചപ്പോൾ ആ ഉണങ്ങിയ മരക്കഷ്ണം പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞു. ആ കുടയുന്ന സമയത്ത് നല്ല തിളങ്ങുന്ന സ്റ്റീലിൻ്റെ വാളായി, നല്ല മൂർച്ചയുള്ള ഇരുമ്പിൻ്റെ വാളായി മാറി. ആ വാള് കൊണ്ട് അദ്ദേഹം ധാരാളം സമയം യുദ്ധം ചെയ്യുകയും മാത്രമല്ല, പിന്നീട് ഇസ്ലാമിൻ്റെ ആദ്യകാലഘട്ടത്തിൽ മദീനയിൽ പോയി ആദ്യകാലഘട്ടത്തിലുണ്ടായ യുദ്ധമാണ് ബദർ യുദ്ധം. പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെയും എല്ലാ യുദ്ധങ്ങളിലും അതേ വാളുകൊണ്ട് അവർ യുദ്ധത്തിന് പങ്കെടുക്കുമായിരുന്നു. കങ്കട്ട് അങ്ങനെ നിലനിൽക്കുമോ? എല്ലാ യുദ്ധത്തിലും. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പിന്നെ കുറേ ആളുകൾ മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, ഞങ്ങൾ സക്കാത്ത് തരില്ല എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് നബിയുടെ കാലത്തെ സക്കാത്ത് തരുള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിനക്ക് ഞങ്ങൾ സക്കാത്ത് തരൂല. അന്നേരം അവർ മുർത്തദ്ദായി.
അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിലും അദ്ദേഹം ആ വാളുകൊണ്ട് പങ്കെടുത്തു എന്ന് കാണാം. അതുപോലെ വേറെയും സലമത്ത് റളിയല്ലാഹു അൻഹു, സലമത്ത് ബിൻ ഹരീഷ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാളും അങ്ങനെ പൊട്ടിപ്പോയി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ കുലയിൽ നിന്ന് ഈത്തപ്പഴം ഊരിയെടുത്താൽ പിന്നെ ബാക്കിയുണ്ടാകുന്ന ആ കൊല, ആ കൊടി മുത്തുനബിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതങ്ങ് കൊടുത്തു. ഇതാ നിൻ്റെ വാള് എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നല്ല ഒരു ഇരുമ്പിൻ്റെ ശക്തിയുള്ള മൂർച്ചയുള്ള വാളായി മാറി. ബദർ യുദ്ധത്തിൽ തന്നെ ആ സംഭവവും അദ്ദേഹവും പിന്നീടുള്ള യുദ്ധങ്ങളിലൊക്കെ ആ വാളുമായിട്ടായിരുന്നു യുദ്ധത്തിന് പോയിരുന്നത്. വേറെയും സ്വഹാബിമാർക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വാള് വടിയ മരക്കഷ്ണത്തെ വാളാക്കി കൊടുത്തിട്ടുണ്ട്. വലിയ മൂസ മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാമിനുണ്ടായ മറ്റൊരു സംഭവം ഖുർആനിൽ പറഞ്ഞതാണ്. വലിയ മൂസായും ഫലക്കൽ ബഹറു, മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് ചെങ്കടൽ 2 പിളർപ്പായി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. 2 പിളർപ്പാക്കി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിലുള്ള വാളുകൊണ്ട് ചെങ്കടലിൽ അങ്ങ് അടിച്ചപ്പോൾ ഫിർഔനിൻ്റെ കൂടെയുള്ള സൈന്യവും മൂസാ നബിയെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇവർ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിൻ്റെ വഹയ് പ്രകാരം ചെങ്കടലിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവരും ശത്രുക്കളും അടുത്തെത്താനായിട്ടുണ്ട്. മൂസാ നബിയോട് അള്ളാഹു തആല പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് ആ ചെങ്കടലിൽ അടിക്കാൻ. അങ്ങനെ അടിച്ചു. അന്നേരം അള്ളാഹു പറയാണ് ഖുർആനിൽ, അടിച്ച സമയത്ത് 2 പിളർപ്പായി നിന്നു. 2 പിളർപ്പ് എന്ന് ഫകാന കുല്ലു ഫിർഖിൻ, ഓരോ പിളർപ്പും കത്തൗദിൽ അലീം. തൗദ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പർവ്വതത്തിനാ പറയാം. പിന്നെ അള്ളാഹു പറയാം അലീം, അത് ഭയങ്കര മല തന്നെ. അപ്പോൾ 2 വലിയ മലകളെപ്പോലെ ഇങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിലൂടെ മൂസാ നബി അലൈഹി സ്വലാമും വിശ്വാസികളും നടന്നുപോയി. അങ്ങനെ ഫിർഔനിനെ, അവരോട് പിന്തുടർന്ന ഫിർഔനിനെയും സൈന്യത്തെയും അല്ലാഹു തആല അവിടെ മുക്കിക്കൊന്നു. അപ്പം സമുദ്രം 2 പിളർപ്പായി നിന്നു എന്ന് പറയുന്നത് മൂസാ നബിക്കുണ്ടായ വലിയൊരു മുഅ്ജിസത്തല്ലേ? ഇതേ മുഅ്ജിസത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അതാണ് നമ്മൾ തുലനം ചെയ്യുന്നത്. ഫലി നബിയിന, എന്നാൽ നമ്മുടെ നബിക്ക് ലഹറൻ ഷിഖാഖുൽ ഖമരി ഫിൽ അഖ്താൻ, അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനിക്ക് ഭൂമിയിലുള്ള കടലാണ് 2 പിളർപ്പായത് എങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആകാശത്തുള്ള ചന്ദ്രൻ 2 പിളർപ്പായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഇങ്ങനെ ചന്ദ്രനിലേക്ക് ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ ചന്ദ്രൻ 2 പിളർപ്പായി നിന്നു. അത് ഫിൽ അഖ്താൻ, ചന്ദ്രനെ ആ ദിവസം ദൃശ്യമായ എല്ലാ സ്ഥലങ്ങളിലും ചന്ദ്രൻ 2 പിളർപ്പായി നിന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അതിലും വലിയ ഗൗരവമുള്ള സംഭവമാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഭൂമിയിലുള്ള വെള്ളത്തെ കടലിനെ അടിച്ചപ്പോഴാണ് 2 പിളർപ്പായത്. ഇത് ആകാശത്തുള്ളതാണ്. ആകാശത്തുള്ളതിനെ ഭൂമിയിൽ നിന്നുകൊണ്ട് 2 പിളർപ്പാക്കുക എന്ന് പറഞ്ഞാൽ അതാർക്കും സാധിക്കാത്ത സംഭവമാണ്. അങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചന്ദ്രൻ 2 പിളർപ്പായത്. വഹാദ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചന്ദ്രൻ 2 പിളർപ്പായി എന്ന് പറയുന്ന ആ അമാനുഷിക കഴിവ് ലികൗനിഹി തസറുഫൻ ഫിൽ ആലമിൽ ഉൽവി, അത് വാനലോകത്ത് ഉണ്ടായ ഒരു കൈകാര്യമായതുകൊണ്ട്, വാനലോകത്തുണ്ടായ ഒരു സംഭവമായതുകൊണ്ട് അബ്ഹറു ഫിൽ അയാൻ, അത് കാഴ്ചയിൽ ഏറ്റവും ഗൗരവമേറിയ സംഭവമാണ്. കാഴ്ചക്ക് ഏറ്റവും ഗൗരവമേറിയതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനിക്ക് ഉണ്ടായതിനേക്കാൾ ഗൗരവമേറിയതാണ്. മാത്രമല്ല, എന്നാലും ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിനിക്ക് ഉണ്ടായതുപോലെ ഈ സമുദ്രം പിളർപ്പാകുക എന്നുള്ള തീരെ നബി തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ട്, അതും ഉണ്ടായിട്ടുണ്ട്. ബലിം ഫലഖത് ലഹുൽ ബിഹാറുൽ മുഹീതതു സബ്അതു
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 ഓഷ്യൻസ്, വൻ സമുദ്രം, മഹാസമുദ്രങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായി പിളർന്നിട്ടുണ്ട്. അതെപ്പോഴാ? അത് ലോകമഹാ ഓഷ്യൻ എന്ന് പറയണം. ഓഷ്യൻ എന്ന് പറയും, ഭൂമിയിലുള്ള 7 മഹാസമുദ്രങ്ങൾക്ക് ഓഷ്യൻ എന്ന് പറയാറുണ്ട്. ഇത് ഭൂമിയിലുള്ളതല്ല. ഒറ്റ സമുദ്രം തന്നെ ഭൂമിയേക്കാൾ വലിയ സമുദ്രം, ഭൂമിയുടെ എത്രയോ മടങ്ങ് വലുപ്പമുള്ള സമുദ്രം, അതാ ലോകമഹാ ഓഷ്യൻ എന്ന് പറഞ്ഞത്, ലോകമഹാസമുദ്രം. അതെവിടെ? അത് ഇബ്നു അബീ ഹാത്തിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ എന്ന് പറഞ്ഞ ആ ആയത്തിൻ്റെ വ്യാഖ്യാനമായി ഇബ്നു അബീ ഹാത്തിം അവരുടെ തഫ്സീറിൽ പറഞ്ഞു, എന്ത്? ഈ ഭൂമി കഴിഞ്ഞ് കുറേ മുകളിലോട്ട് പോയാൽ, സൂര്യനക്ഷത്ര ചന്ദ്രാദികളൊക്കെ കഴിഞ്ഞിട്ട് ഹദീസിൽ കാണാം, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമിയെ ചുറ്റും വലയം ചെയ്ത് നിൽക്കുന്ന, ഭൂമിക്ക് ചുറ്റും വലയം ചെയ്ത് നിൽക്കുന്ന ഒരു കടലുണ്ട്, മഹാസമുദ്രമുണ്ട്. അതിന് 500 വർഷത്തെ ദൈർഘ്യം, അതിൻ്റെ ആയം, ആ കടലിൻ്റെ ആയത്രയാണ്. 500 വർഷം യാത്ര ചെയ്താൽ മാത്രമേ അങ്ങോട്ട് എത്തൂ. അത് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്തൂ. അത്രയും ആയമുള്ള ആഴി ഭൂമിയുടെ മുകളിൽ, ഭൂമിക്ക് ചുറ്റുമുണ്ട്. ആ ഒന്നാമത്തെ മുഹീത്ത് ബഹർ മുഹീത്ത്, അതിനാ ബഹർ മുഹീത്ത് എന്ന് സൂഫിയാക്കൾ പറയുന്നത്, ഹദീസിലുള്ളതാ. അത് കഴിഞ്ഞതിന് ശേഷം ഖാഫ് മല എന്ന് പറയുന്ന മലയുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നാം ആകാശം, അത് കഴിഞ്ഞിട്ട് വരുന്നു. ഹദീസിലുള്ളതാ. ആ ഹദീസ് വ്യാജമല്ല, ദുർബലവുമല്ല. അങ്ങനത്തെ ഹദീസ് ഇബ്നു അബീ ഹാത്തിം ആ തഫ്സീറിൽ പറയുകയില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വ്യാജമായ ഹദീസും ദുർബലമായ ഹദീസും. അപ്പോൾ ആ ഒന്നാം ആകാശം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഭൂമി, അതിനുശേഷം വീണ്ടും ഒരു കടൽ. അങ്ങനെ 7 കടലുകളും 7 ഭൂമികളുമുണ്ട്, 7 ഖാഫ് മലകളുമുണ്ട് എന്ന് ഹദീസിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാപ്രയാണം നടത്തിയ അന്ന്, ഇസ്രാ മിഅ്റാജിൻ്റെ അന്ന്, ഭൂമിയിൽ നിന്നും 7 ആകാശങ്ങളുടെ മുകളിലേക്ക് പോകുമ്പോൾ ഈ 7 മഹാസമുദ്രങ്ങളും മുത്തുനബിക്ക് പിളർന്നതിന് ശേഷമാണ് മുത്തുനബി അങ്ങോട്ട് പോയത്. 7 മഹാസമുദ്രങ്ങളെ പിളർപ്പാക്കിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയത്. കാരണം മുത്തുനബിയുടെ പോക്ക് സാധാരണ യാത്രയായിരുന്നു. സാധാരണ യാത്ര കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ശാരീരികമായ യാത്രയായിരുന്നു. അത് ഒരു ആത്മീയ യാത്ര, ആത്മയാത്രയായിരുന്നില്ല. ആത്മാവിന് ഒരു ഭാഗത്തേക്ക് മറ്റേ ഭാഗത്തേക്ക് പോകണമെങ്കിൽ, ആത്മാവിന് ഒരു പാറയുടെ ഇപ്പുറത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ആ പാറയെ പൊളിക്കണമെന്നോ സുഷിരമുണ്ടാക്കണമെന്നോ ഇല്ല. ആകാശത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആകാശത്തിൻ്റെ മറുപുറത്തേക്ക് വിട്ടുകിടക്കാൻ ആത്മാവിന് അതിനെ പിളർപ്പാക്കണമെന്നില്ല. അങ്ങനെ ആത്മീയമായ ഒരു പോക്കായിരുന്നില്ല, യാത്രയായിരുന്നില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര. മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര ശാരീരികമായ യാത്രയായിരുന്നു. അതുകൊണ്ടാണ് ബുറാഖൊക്കെ ആ യാത്രയ്ക്ക് വാഹനമായി വന്നത്. അപ്പോൾ ആ യാത്ര ചെയ്യുന്ന സമയത്ത് സമുദ്രത്തെ 2 പിളർപ്പാക്കേണ്ടി വരും. അങ്ങനെ പിളർപ്പാക്കിയിട്ടുണ്ട്. ഇൻഫലഖത് ലഹുൽ ബിഹാറുൽ മുഹീതതു, ഭൂമിയെ വലയം ചെയ്ത് നിൽക്കുന്ന സമുദ്രങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിളർപ്പായി. അസ്സബ്അതു, 7 വൻ സമുദ്രങ്ങൾ, മഹാസമുദ്രങ്ങൾ.
ഇത് ഉരിജ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തപ്പെട്ടപ്പോൾ ലിറുയത്തി റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ ദർശനത്തിനായി ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രി ഉയർത്തപ്പെട്ടപ്പോൾ, റഹ്മാനെ ദർശിക്കാൻ വേണ്ടി ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്ന് ആ ദർശനം ഉണ്ടായി എന്നർത്ഥത്തിനാണ്. അള്ളാഹു തആല 7 ആകാശത്തിൻ്റെ മുകളിൽ അള്ളാഹു തആലാക്ക് സ്ഥലമുണ്ട് എന്നർത്ഥത്തിനല്ല. വഹുന്ന ബൈന ഹാദിഹിൽ അർളി വസ്സമാഇസ് സാബിഅതി, എവിടെയാണ് ഈ 7 മഹാസമുദ്രങ്ങൾ? വഹുന്ന, ഈ 7 മഹാസമുദ്രങ്ങൾ ബൈന ഹാദിഹിൽ അർളി, നാം വസിക്കുന്ന ഈ ഭൂമിക്കും വസ്സമാഇസ് സാബിഅ, 7 ആകാശത്തിൻ്റെയും ഇടയിലാണ് ഈ 7 മഹാസമുദ്രങ്ങൾ ഉള്ളത്. അതെവിടെ പറഞ്ഞത്? കമാ ജാഅ ഫീ റിവായത്തിൻ ലാ തുഹാൻ, ഹീനമാക്കപ്പെടാത്ത ഒരു റിപ്പോർട്ടിൽ അങ്ങനെയുണ്ട്, ബലഹീനമല്ലാത്ത ഒരു ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ വലി മൂസ തഫ്ജീറുൽ മാഇ മിനൽ ഹജർ, മാത്രമല്ല മൂസ നബി അലൈഹിസ്സലാമിനിക്ക് ഉണ്ടായ മറ്റൊരു അത്ഭുതമാണ്, മൂസ നബി അലൈഹിസ്സലാം പാറയിൽ നിന്ന് തൻ്റെ വടി കൊണ്ട് അടിച്ചപ്പോൾ 12 അരുവികളായി ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി. മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് വെള്ളം ഒഴുക്കാൻ സാധിച്ചു മിനൽ ഹജരി, പാറയിൽ നിന്ന്. എന്നാൽ ഫലിനബിയ്യിന, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതിലും വലിയ അമാനുഷികതയുണ്ടായി. തഫ്ജീറുഹു, ആ വെള്ളത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴുക്കി മിൻ ബൈനി അസാബിഇഹി, തൻ്റെ വിരലുകൾക്കിടയിൽ, ഫീ ഫവറാൻ, നല്ല ശക്തമായ രൂപത്തിൽ വെള്ളം ഒഴുകി. അത് വ്യത്യാസമുണ്ട്. വഹാദ അബ്ലഗു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകിയതാണ് ഏറ്റവും വലിയ സംഭവം. എന്തുകൊണ്ട്? ലിഅന്ന മിൻ ജിൻസി മനാബിഇൽ മായി, വെള്ളം ഒഴുകി വരുന്നതിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് അൽ ഹജറ വസ്സഫ്വാൻ, കല്ലും പാറയുമൊക്കെ. കല്ലിൽ നിന്നും പാറയിൽ നിന്നുമൊക്കെ വെള്ളം പൊടിഞ്ഞു വരൽ അത് സാധാരണ പതിവുള്ളതാണ്, അല്ലേ? ഭൂമിയുടെ ഭാഗമാണ് കല്ലുകളും പാറകളുമൊക്കെ. അപ്പോൾ കല്ലുകളിലൂടെയും പാറയിലൂടെയുമൊക്കെ വെള്ളം ഒഴുകി വരുന്നത് സാധാരണ നാം കാണുന്നതാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ വിരലുകൾക്കിടയിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് കുളിക്കുവാനും കുടിക്കുവാനും വുളൂ ചെയ്യുവാനുമൊക്കെയുള്ള വെള്ളം ഇങ്ങനെ പൈപ്പിൽ നിന്ന് വരുന്നത് പോലെ ശക്തമായി വിരലുകൾക്കിടയിലൂടെ വരിക എന്ന് പറയുന്നത് അത് മഹാത്ഭുതമാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച അമാനുഷിക സംഭവം. വലഹു സംഉ കലാമില്ലാഹി തആല, മൂസാ നബി അലൈഹി സ്വലാമിനിക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ്, മൂസാ നബി അലൈഹി സ്വലാം ഭൂമിയിൽ വെച്ചിട്ട് തന്നെ നേരെ അള്ളാഹുവിൻ്റെ സംസാരം കേട്ടു, അള്ളാഹുവിൻ്റെ കലാമ് കേട്ടു. അതുകൊണ്ടാണ് കലീമുല്ലാന്ന് മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് പറയുന്നത്. അപ്പം ആ പ്രത്യേകത മുത്തുനബിക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്, ആ പ്രത്യേകത മുത്തുനബിക്കില്ലാതെ ആദ്യം അള്ളാഹുവിൻ്റെ കലാമ് സംസാരം കേട്ടത് മുത്തുനബിയാണ്, എന്നിട്ട് വേറെ ആരും കേട്ടിട്ടുള്ളൂ. വലഹു സംഉ കലാമില്ലാഹി തആല, മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് അള്ളാഹുവിൻ്റെ കലാമ് സംസാരം കേൾക്കാൻ സാധിച്ചു. ഫലിനബിയ്യിന, നമ്മുടെ നബിക്കുമുണ്ട് മിസ്ലുഹു, ഇതുപോലത്തെ സംഭവം അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റാർക്കും അള്ളാഹു കൊടുക്കാത്ത, മൂസാ നബിക്കോ ഈസാ നബിക്കോ ആർക്കും കൊടുക്കാത്തൊരു പ്രത്യേകത, വറുയതുഹു ബിൽ ബസരി, അള്ളാഹിനെ ശ്രവിക്കുകയും അള്ളാഹുവിനെ അതേ സമയത്ത് തന്നെ ദർശിക്കുകയും ചെയ്തു. ബിൽ ബസരി, നേരെ കണ്ണുകൊണ്ട്, ലാബിൽ ജനാൻ, ഹൃദയം കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരൊക്കെ അള്ളാഹുവിനെ ദർശിക്കും. എന്നാൽ നേരെ മുഖത്തുള്ള കണ്ണുകൊണ്ട് അള്ളാഹുവിനെ ദർശിക്കുകയും ശ്രവിക്കുകയും ചെയ്തു
എന്നുള്ള പ്രത്യേകത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ളതാ. മാത്രമല്ല മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനെ കേട്ടു എന്ന് പറയുന്നത് ഭൂമിയിൽ വന്ന ശേഷം. മാത്രമല്ല അത് മുത്തുനബിക്ക് ശേഷവുമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കേട്ടു എന്ന് പറയുന്നത് അത് നൂറ് മുഹമ്മദീനെ അള്ളാഹു തആല ആദ്യമായി പടച്ചു വെച്ചപ്പോൾ അന്നേരം തന്നെ അള്ളാഹുവിനെ കേട്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇല്ല, അത് നേരെയുള്ള കേൾവിയാണ്. അതുകൊണ്ട് അന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞ മലക്കോ വേറെ ഒരു മലക്കൂല, നബി തങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അള്ളാഹുവിനെ ഡയറക്റ്റ് കേട്ടിരിക്കുകയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ഒരു സൃഷ്ടിയുമില്ല. അതുകൊണ്ട് ഏത് അംബിയ മുർസലീങ്ങളെ നാം എടുത്തു നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മികച്ചു നിൽക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.